ഹലോ സുഹൃത്തുക്കളെ, മലേഷ്യൻ ട്രാവൽ സീരീസിൻ്റെ 4th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പുറത്തിറങ്ങി. പിന്നെ കുറച്ച് സമയമുള്ളതുകൊണ്ട് അതിലേക്കൂടെയൊക്കെ ചെറുതായിട്ട് നടന്നു. ഇതാണ് നമ്മൾ പോകുന്ന വണ്ടി. നമ്മുടെ ഡ്രൈവറൊക്കെ അവിടെ നിൽപ്പുണ്ട്. നമ്മൾ ബാക്കിയുള്ളവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ബാട്ടു കേവ്സ് ആണ്. മലേഷ്യയുടെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷൻസ് ആണിത്. നമ്മളിന്നിവിടെ എത്തിയപ്പോൾ ഒരു 10-10:30 ശരിക്കും ഒരു 7 മണി 8 മണി ആ ഒരു സമയത്ത് വരുന്നതാണ് നല്ലത്. കാരണം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മടുത്തു പോകും. അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലേക്ക് സെറ്റാക്കുന്നതായിരിക്കും നല്ലത്. നമ്മളവിടുന്ന് വണ്ടിയിൽ ഇറങ്ങി നേരെ ഇങ്ങ് വരുമ്പോൾ കാണുന്ന ഈ കുറേ പ്രാവുകളുണ്ട് ഇവിടെ. ആൾക്കാർ ഇവിടുന്ന് അപ്പുറത്ത് ഫുഡ് വാങ്ങിയിട്ട് ഇതിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ മെയിൻ ടെമ്പിളിൽ കയറുന്ന 2 സൈഡിലൊക്കെ ആയിട്ട് 2 ടെമ്പിൾസ് ഉണ്ട്. ഇവിടെ വരുന്ന ഡിവോട്ടീസ് അവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കയറാറ്. നമ്മൾ പക്ഷേ ടൂറിസ്റ്റ് എല്ലാം നേരെ വന്ന് ഈ സ്റ്റെപ്പ് കയറി മേലോട്ട് പോവുകയാണ് ചെയ്യാറുണ്ട്. മൊത്തം 272 സ്റ്റെപ്സ് നമുക്ക് മേലോട്ട് കയറാനുണ്ട്. നമ്മൾ ഈ കയറുന്ന സമയത്ത് ഇവർ 2 സൈഡ് ക്ലോസ് ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്യുമായിരുന്നു. ബാക്കി 2 സൈഡിലേക്കൂടെ ആയിരുന്നു ആളെ വിട്ടുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ മോളെ എടുത്തുകൊണ്ട് മുന്നേ കയറി, ബാക്കിയുള്ളവരെല്ലാം പുറകെ വന്നു. കുറച്ച് സമയം എടുത്തു. അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. നമുക്ക് ഈ ബാട്ടു കേവ്സ് കയറുമ്പോൾ ഡ്രസ്സിങ്ങിലും പിന്നെ കുറച്ച് കാര്യങ്ങൾ അവർ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അവരോട് താഴേന്ന് കയറുമ്പോൾ തന്നെ പറയും. ഇത് ഫോളോ ചെയ്യാത്തവർക്ക് അവരവിടുന്ന് ഡ്രസ്സും കാര്യങ്ങളും അത് കവറപ്പ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളും താഴേന്ന് തന്നെ മേടിക്കാൻ കിട്ടും. അത് ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമുക്ക് ഒരു എൻട്രി അനുവദിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ കയറി മേലെ എത്തി. ഇതിൻ്റെ ഉള്ളിലാണ് മെയിൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഈ ടെമ്പിളിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്ന സൈഡിലായിട്ട് സോവനിയർ ഷോപ്പുകളും പിന്നെ പൂജാദ്രവ്യങ്ങൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഷോപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. 1891 തമ്പുസ്വാമി പിള്ള എന്നൊരു തമിഴ് വ്യാപാരിയാണ് ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കുന്നത്. 1920 ഇങ്ങോട്ടേക്ക് അവർ വുഡൻ സ്റ്റെപ്സ് സ്ഥാപിച്ചു. അതിനുശേഷം 1941 ഇനി കാണുന്ന കോൺക്രീറ്റ് സ്റ്റെപ്സ് അവരവിടെ സ്ഥാപിക്കുന്നത്. നമ്മളിവിടുന്ന് മെയിൻ ടെമ്പിൾ കയറി പുറത്തിറങ്ങി കഴിയുമ്പോൾ തന്നെ കുറച്ചും കൂടെ സ്റ്റെപ്സ് കയറി കഴിഞ്ഞാൽ മേലെ ഒരു ടെമ്പിളും കൂടെയുണ്ട്. നമ്മൾ പിന്നെ അവിടുന്ന് സ്റ്റെപ്സ് കയറി നേരെ മേലത്തെ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് പോയി. ആ ടെമ്പിളിൻ്റെ അവിടെ അത്രയ്ക്ക് ക്രൗഡഡ് അല്ല. അവിടെ ഇരിക്കുന്ന നമുക്ക് ബെഞ്ചസും കാര്യങ്ങളും പിന്നെ കുടിക്കാൻ വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. തൈപ്പൂശമാണ് ഇവിടുത്തെ ഒരു മെയിൻ സെലിബ്രേഷൻസ് ആയിട്ട് നടക്കുന്ന സമയം. ആ ഒരു സമയത്ത് ഇവിടെ ഫുള്ളി കവേർഡ് ആയിരിക്കും. ഭയങ്കര ആളായിരിക്കും. ഈ കാണുന്ന 272 സ്റ്റെപ്പ് മൊത്തം ആൾക്കാരായിരിക്കും. നമ്മളിവിടെ ഇരുന്നിട്ട് മേലോട്ട് നോക്കുമ്പം കാണുന്ന ഒരു വ്യൂ ആണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ധാരാളം സ്ഥലത്ത് ഇങ്ങനെ ലൈം സ്റ്റോൺസ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ കിടക്കുന്നതാണ്. ധാരാളം സ്ഥലത്ത് ഇതുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓരോ കോർണറിലും അവർ ഓരോരോ ദൈവങ്ങൾ അങ്ങനെയായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ അനുമോളെ നേരെ പുറകിലിട്ടു. അതാകുമ്പോൾ സേഫ് ആയിരിക്കും. പിന്നെ ഞങ്ങൾ അവിടെയുള്ളൊരു സോവനിയർ ഷോപ്പിൽ കയറി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈഡിലൊക്കെ ആയിട്ട് സോവനിയർ ഷോപ്പ് ഉണ്ടെന്ന്. അവിടുന്ന് 2-3 ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. ഇറങ്ങുന്ന വഴിക്ക് കുരങ്ങന്മാർ ധാരാളം ഉണ്ട്. കുരങ്ങന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. നമ്മൾ നോക്കി വയ്ക്കുമ്പോൾ അവിടുന്ന് ഒരു പുള്ളിയുടെ കാറിൻ്റെ കീ അടിച്ചുകൊണ്ട് പോയി. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത്. നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മുരുകൻ പ്രതിമ 141 അടി ഉയരമുള്ളൊരു പ്രതിമയാണ്. 2006 ഇതിവിടെ സ്ഥാപിക്കുന്നത്. അതിനുശേഷം നമ്മൾ താഴെ ഇറങ്ങി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വണ്ടിയുടെ അങ്ങോട്ട് നടന്നു. അപ്പോൾ കൂടുതൽ മലേഷ്യൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.